ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് മാവ് കോരി ഒഴിച്ചിട്ട് ആലു പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് പോലും ഇഷ്ടാവും. അതേപോലെ ഇത് നമുക്ക് കറി ഒന്നും വേണ്ട കേട്ടോ, വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെറും ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് മൈദ ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വെറും ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായി കട്ടകൾ ഉടച്ചെടുക്കാം. അപ്പോൾ 3 കപ്പ് പൊടിക്ക് 3 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ വിസ്ക് വെച്ചിട്ട് ആകുമ്പോൾ കട്ടകളൊക്കെ ഒന്ന് വേഗത്തിൽ ഉടഞ്ഞ് കിട്ടും. അപ്പോൾ അതായത് നമ്മൾ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1 കപ്പ് കൂടി വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതുകൂടി കുറച്ചിച്ച് ഒഴിച്ചിട്ട് മൊത്തത്തിൽ നമ്മൾ ഈ 4 കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായി മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇതാ 4 കപ്പ് ഫുള്ളും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി മിക്സാക്കി എടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ റിലേറ്റീവ്സിന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ മാവ് ഇതാ ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് ഇവിടെ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. എന്നിട്ട് ഒരു 2 വറ്റൽമുളകാണ്. ഇത് നല്ല എരിവുള്ള വറ്റൽമുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഇതിലും എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. പിന്നെ ഞാനൊരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്ര പോകുന്ന കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. വലിയൊരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളൊരു പാന് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കറുത്ത എള്ളാണ് കേട്ടോ. അതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ ഈ എണ്ണയിൽ ഈ ചതച്ചെടുത്തതൊന്നും മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഞാൻ ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ഒരു 4 എടുത്തിട്ടുണ്ട്. നിങ്ങൾ 3 കപ്പിലേക്ക് 3 ഉരുളക്കിഴങ്ങാണ് കേട്ടോ മീഡിയം സൈസ് വേണ്ടത്. അതൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ ഇത് നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതാ കണ്ടോ, ഞാൻ 4 ഉരുളക്കിഴങ്ങാണ്, 3 മതി 3 കപ്പിലേക്ക് കേട്ടോ. അപ്പോൾ അത് ചെറുതായതുകൊണ്ട് ഞാൻ 4 എടുത്തതാണ്. ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കട്ടകളൊന്നും ഇല്ലാണ്ട് കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വഴറ്റി വെച്ചിട്ടുള്ള ഈ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് ഒന്ന് എല്ലാ ഭാഗത്തും ആവോളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളെ മാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് ആക്കുമ്പോഴാണ് കേട്ടോ നമുക്കിത് മിക്സിയിലൊക്കെ ഒന്ന് കലങ്ങി കിട്ടുക. അപ്പോൾ ഇതാ ഞാൻ കൈ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഈ മാവിൽ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല കേട്ടോ. അപ്പോൾ ഷുഗറും പ്രഷറൊക്കെ ഉള്ളവർക്കൊക്കെ ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ വരുന്നുള്ളൂ. എണ്ണ ഇല്ലാണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് പാന് നന്നായി ചൂടായതിന് ശേഷം ഇതാ ഫ്ലെയിം ഫുൾ കമ്മിയാക്കി വെക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്കിത് നല്ല കനം കുറച്ച് പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഒരു തവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കനം കുറച്ചൊന്ന് പരത്തിയെടുക്കുക. നന്നായി കനം കുറച്ച് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പരത്തിയെടുക്കുമ്പോൾ നമുക്ക് കനം കുറച്ച് തന്നെ പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് വേഗത്തിൽ വെള്ളമൊക്കെ വറ്റി വേഗത്തിൽ വെന്ത് കിട്ടും. അപ്പോൾ ഇത് വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പരത്തിയെടുത്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ അതാ നമുക്ക് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുകൊണ്ട് ഇതിൻ്റെ 2 സൈഡിലും ഞാൻ എണ്ണ തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എണ്ണ വേണ്ടാന്നുള്ളവർക്ക് എണ്ണ തൂവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ തൂവി കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എണ്ണയോ നെയ്യോ വെണ്ണ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് 2 പുറം തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് 2 ബബിൾസ് ആയിട്ട് പൊള്ളച്ച് വരും കേട്ടോ. അപ്പോൾ ചിലതൊക്കെ പൊള്ളച്ച് വന്ന് ചിലതൊന്നും പൊള്ളച്ച് വന്നില്ല. പൊള്ളച്ച് വരണമെന്നൊന്നുമില്ല കേട്ടോ, വന്നില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ഒരു ബ്രൗൺ നിറം ആവുമോളം നമുക്കിതൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ആലു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റാണ്, ചൂടോടെ കഴിക്കാനും ചൂടാറിയിട്ട് കഴിക്കാനും ഒക്കെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോഴാണ് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ രണ്ടാമത്തതും ഇപ്പോൾ കണ്ടോ, ഇത് ചെറുതായിട്ട് പൊള്ളച്ച് വന്നു കേട്ടോ. അങ്ങനെ ചിലതൊക്കെ പൊള്ളച്ച് വന്നു, ചിലതൊന്നും പൊള്ളച്ച് വന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ആണെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാവിലെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് റെഡിയാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ അതേപോലെ കമൻറ്റിലൂടെ ഒന്ന് അറിയിപ്പിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ. അതേപോലെ ഇത് പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ പൊറോട്ടയൊക്കെ എടുക്കണ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.